Flashback. ഭയങ്കര ടയേർഡാണ്. ഞങ്ങളൊരു 5:30 ആയപ്പോഴാണ് എറണാകുളത്തു നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നോക്കിയിട്ടാണ്. ഒരു കട ഓപ്പൺ അല്ല. ഇന്നൊരു ചേച്ചിൻ്റെ അടുത്ത് വെച്ചപ്പോൾ യുവരാജ് അടുത്ത് ഏതൊരു കട കോഫി ഒരു കോഫി ഹൗസ് ഒന്ന് തുറന്നിട്ടുണ്ട്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതെൻ്റെ ഫ്രണ്ട് പ്രവീൺ കെബാബ്. അവനാണ്. പ്രജനും പാപ്പും വന്നു കണ്ടു. എന്നിട്ട് അവന് വർക്കുള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പോയി തിരിച്ച്. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനിയും അടുത്ത ബസ് എത്ര മണിക്കാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം സമയം 7 ആയി. ഇനി എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു കോഫി എങ്കിലും കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. ഒരു ടയേർഡ്, ഭയങ്കര ടയേർഡാണ്. അവൻ്റെ ഫേസിലേ കാണാൻ പറ്റില്ല, എൻ്റെ ഫേസിലും കാണാൻ പറ്റും. ഭയങ്കര ടയേർഡാണ്. ഓക്കെ ഗൈസ്, ഇതെൻ്റെ ഫ്രണ്ട് പ്രവീൺ കെബാബു. അവനാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത്. ഞങ്ങൾ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര വിശന്നിരിക്കുമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചിട്ട് നിന്നപ്പോൾ തന്നെ പ്രജൻ്റെ അവരുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് പാപ്പും അവനും കൂടെ വന്നു. ഓക്കെ, ഞങ്ങളിപ്പം കോഫിയും അടയും കഴിച്ചിട്ട് എന്നെ ബസ് കയറ്റിയിടും. ഞാൻ പോകും. അവൻ തിരിച്ച് എറണാകുളത്തോട്ട്. ബിക്കോസ് അവന് ജോലിയുണ്ട്. കോഫി അട കോഫി നല്ല കോഫിയാണ്. ഗുഡ് ബൈ. ഇഷ്ടപ്പെട്ടോ? ഇനിയും കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ആവിൽ ഉണ്ടാക്കുന്നത് നല്ല ചൂട്, നല്ല ചൂടാടാ. ഇത് ഭയങ്കര ചൂടാടാ. ഈ പാട്ടിൻ്റെ കൂടെ പ്രഭിൻ്റെ ചളിയും തമാശകളൊക്കെ കൂടെ അപ്പം സെറ്റാ. കഴിക്കേ പാട്ട് കാണിച്ചോളെ. സമീപേ അവൻ്റെ ഫോണിനെ കുറിച്ച് ഇപ്പോഴും അറിയത്തില്ല. വീഡിയോ എടുത്തിട്ട് സൂം ചെയ്യാം. ആയിരുന്നോ? ഓ, കഴിക്ക്, കുടിക്കേ, വളരെ രാവിലെ ഉണ്ടാക്കിയതായത് കൊണ്ട് കുറച്ച് കല്ലും മണലും ഒക്കെ കാണും. തേങ്ങാക്കൊത്താവോ? തേങ്ങയുടെ എനിക്ക് എനിക്കാണ് എച്ചിപ്പട്ടി. എനിക്ക് തേങ്ങാക്കൊത്ത് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇവൻ കഴിച്ചതിൻ്റെ ബാക്കി വരുമ്പോൾ എന്തോ ഇത് പീച്ചിട്ടേക്കുന്നത് തേങ്ങാക്കൊത്ത് നോക്കും. തേങ്ങാക്കൊത്ത് മൊത്തം പീച്ചെടുത്തേക്കുക. എന്നിട്ട് അവൻ വരെ എൻ്റെ അടുത്ത് ഇത് കഴിക്കാൻ വേണ്ടി വിഷുടായി. ഞാനിതിന് കഴിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് കഴിക്കാൻ തോന്നില്ല. അവിടെ കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നില്ല. നീ കഴിച്ചു? എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് ശരിക്കും രാവിലെ മസാല ദോശ കഴിക്കണമെന്നുണ്ടായിരുന്നു. അവൻ ചുമ്മാ പറഞ്ഞോളൂ. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന്
കഴിക്കാനായിരുന്നു. അത് ടെമ്പററി ക്ലോസ്ഡാണ്. അപ്പം ഞാൻ കോഫിയൊക്കെ കുടിച്ച് ബസ്സിൽ കയറുമ്പോൾ പാകില്ല. ഇവളുടെ കൂടെ ഒരു വീപ്പക്കുറിച്ചുള്ള സാധനമില്ലേ, അത് മിസ്സിങ് ആണ്. ബോഡി ഷേമിങ് എനിക്കിഷ്ടമല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ. മത്തനെ കുറിച്ച് സാധനമില്ലേ, അൽക്കൂസിനെ കുറിച്ച് കാണുന്നുണ്ടോ? പിന്നെ 5-6 മിനിറ്റ് കാണുമോ? ഞങ്ങൾക്ക് 158 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ വീഡിയോസ് ഞാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് പേരെ കാണിക്കാം. അപ്പം 4-5 ആൾക്കാർ പോലും കാണത്തില്ല. ആകെ ഇവളും മറ്റേ ദീപക്കുട്ടിയില്ല, അതുകൊണ്ട് 5, അവൾക്ക് 5 അക്കൗണ്ട്, ഇവൾക്ക് 5 അക്കൗണ്ട്, 10 രൂപ ഉറപ്പാണ്. ഓക്കെ അല്ല, ഞങ്ങളുടെ കുടുംബക്കാർ കാണും, ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. ഇതുപോലത്തെ ഡീമോട്ടിവേറ്റിംഗ് പീപ്പിൾസ് ആൻഡ് ഓൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടും. നമ്മളത് മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ ഇഗ്നോർ ചെയ്യാറില്ല, ഞാനത് ഉള്ളിൽ കാണും. എപ്പോൾ ഒരു വീഡിയോ കണ്ടത് അവൻ കണ്ടിട്ടുണ്ടോ? ഓണത്തിൻ്റെ ഡാൻസിൻ്റെ കളിയാക്കാൻ വേണ്ടി മാത്രം, സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കണ്ടു. അല്ലാതെ ഒരു വീഡിയോ പോലും കാണത്തില്ല. കാണാൻ താല്പര്യപ്പെടാത്ത കണ്ടല്ല. ഞങ്ങൾ പിന്നെ ഒരിക്കലും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയത്തില്ല. താല്പര്യമുണ്ടോ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജെന്യൂൺ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും പേഴ്സണലായിട്ട്? ഇല്ല, ഞങ്ങൾ അയച്ചു കൊടുക്കാറേ ഇല്ല. കാണാനുള്ളവർ മാത്രം കാണട്ടെ നിർത്തിക്കാൻ. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കാണുന്നില്ല, ശരി, അവൻ്റെ ഇഷ്ടം. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് കുടിക്കാം. നല്ല പാട്ടുകൾ ഇവിടുത്തെ. നാട്ടിൽ വന്നാൽ ഇതായിരിക്കും എപ്പോഴും ഈ കടയിലാണ് എപ്പോഴും കയറാറ്. നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഈ കടയിലാണ് കയറാറ്. നല്ല പാട്ടെന്ന് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഈ പാട്ട് ഇഷ്ടം. അവരിപ്പോൾ ഇട്ട് 3 പാട്ടിട്ടു. 3 പാട്ട് കൊള്ളാം. एकदम സ്ത്രീ സുഖം. പാട്ട് ആസ്വദിക്കാൻ എനിക്ക് ചിരിച്ചവന് ഭയങ്കര ഇഷ്ടം. ചിരിച്ചവന് ദേഷ്യപ്പെടാ. ഇവൾക്ക് ഭ്രാന്താണോ? പ്രഭന് പനിയാ, ഭയങ്കര പനിയാണോ? കുഴപ്പമില്ല. ചേച്ചി അപ്പി, അയ്യേ ചേച്ചി അപ്പി. വേണ്ട അങ്കിൾ, ഇത് കഴിക്കണ്ട, ഇത് അപ്പിയാണ്. പ്രേമലു ഞങ്ങളിങ്ങനെ കുലുങ്ങി കുലുങ്ങി ആനവണ്ടയിൽ യാത്ര ചെയ്യാം. പ്രഭിനിങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് യാത്ര ചെയ്യാം. ഞങ്ങളിങ്ങനെ കുലുങ്ങി കുലുങ്ങി യാത്ര ചെയ്യാം. അങ്ങനെ കുതിരപ്പുറത്താണോ പോകുന്നത്? കുത്തുന്ന പശുമ്പ ഉണ്ട്, പശുമ്പ. ഞങ്ങളെന്ത് വേണം? പ്രഭി, ഞാനിപ്പം 1 2 3 എണ്ണുമ്പോഴത്തേക്ക് നിനക്ക് പറ്റുന്ന അത്ര ഒരു വിയേർഡ് ഫേസ് നീ കാണിക്കണേ. ഓക്കെ, പറ, കാണിക്കോ? 1. ഇതിന് ഇപ്പോഴെന്തിനാ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ 3 എണ്ണുന്നവരെ. ഉഗ്രൻ തമാശയാണ്. എല്ലാവരും മാറി മാറി ചിരിക്കുക. ഉഗ്രൻ തമാശകൾ കേവലം 100 രൂപയ്ക്ക് കൃപവക. ഉഗ്രൻ തമാശകൾ, ഉഗ്രൻ ഉഗ്രൻ.
കുഴിയിലെത്തി. ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തും. എന്നെ കൂട്ടാൻ വന്നത് നന്ദു.